GSTയുടെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ 22/9/2025 മുതൽ എപ്പിസോഡ് 8. നികുതി നിരക്കുകളുടെ മാറ്റം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി CGST ആക്ടിലും SGST ആക്ടിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സപ്ലൈയുടെ ടൈം ഓഫ് സപ്ലൈ അഥവാ സപ്ലൈ സമയം വരുന്നത് നികുതി നിരക്കു മാറ്റ നോട്ടിഫിക്കേഷന് മുമ്പാണെങ്കിൽ പഴയ നികുതി നിരക്ക് തന്നെയാണ് ആ സപ്ലൈക്ക് ബാധകം. ഒരു സപ്ലൈയുടെ ടൈം ഓഫ് സപ്ലൈ അഥവാ സപ്ലൈ സമയം വരുന്നത് നികുതി നിരക്ക് മാറ്റ നോട്ടിഫിക്കേഷന് ശേഷമാണ് എങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന 22/9/2025 ശേഷമാണെങ്കിൽ പുതിയ നികുതി നിരക്കാണ് ആ സെയിൽസിന് അല്ലെങ്കിൽ സപ്ലൈക്ക് ബാധകമാവുന്നത്, അല്ലെങ്കിൽ സർവീസിന് ബാധകമാവുന്നത്. ഗുഡ്സ് സപ്ലൈയുടെ സപ്ലൈ സമയം എപ്പോൾ ആണ് എന്ന് CGST ആക്ടിലെയും SGST ആക്ടിലെയും സെക്ഷൻ 12 പറയുന്നു. സർവീസ് മേഖലയാണെങ്കിൽ സപ്ലൈയുടെ സമയം എന്താണെന്ന് സെക്ഷൻ 13 പറയുന്നു. നികുതി നിരക്കിൽ മാറ്റം വന്നാൽ ബാധകമായ നിരക്കുകൾ എങ്ങനെ കണക്കാക്കാമെന്ന് CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും സെക്ഷൻ 14 പറയുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്ലൈ നടക്കുന്നത് റേറ്റ് മാറ്റത്തിന് മുമ്പാണെങ്കിൽ, ഇൻവോയ്സ് കൊടുക്കുന്നത് റേറ്റ് മാറ്റത്തിന് മുമ്പാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, പഴയ റേറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. നമുക്ക് 3 സാഹചര്യങ്ങളുണ്ടാവും. ഒന്ന്, ഡെലിവറി കൊടുക്കുന്ന ഡേറ്റ് 20/9/2025 ആണെന്ന് വിചാരിക്കാം. ഇൻവോയ്സ് കൊടുക്കുന്നത് 22/9/2025 ആണെന്ന് വിചാരിക്കാം. പേയ്മെൻറ്റ് കിട്ടുന്നത് 20/9/2025 ആണെന്ന് വിചാരിക്കാം. അങ്ങനെ 3 സാഹചര്യങ്ങളുണ്ട്. അതിൽ 3 സാഹചര്യങ്ങളും 22/9/2025 മുമ്പാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, അവിടെ പഴയ റേറ്റായ 28% 18% എന്താണെന്ന് വെച്ചാൽ അത് വരും. അതേസമയം സപ്ലൈ നടക്കുന്നതും ഇൻവോയ്സ് കൊടുക്കുന്നതും 22/9/2025 ശേഷമാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാനില്ല, പുതിയ റേറ്റ് ആയിരിക്കും. സാധനങ്ങൾ പഴയ സ്റ്റോക്ക് ഇരിക്കുന്നതാണെങ്കിൽ പോലും പുതിയ റേറ്റ് ഓഫ് ടാക്സ് മാത്രമേ അതിൽ ഈടാക്കാൻ പാടുള്ളൂ.